ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ കുറച്ച് പ്രാസങ്ങൾ പറയാം, മനസ്സിലാവുന്നുണ്ടോ നോക്കണം. ನಂದು ತುಂಬಾ ದೊಡ್ಡದು, ಅವನಿಗಿಂತ ನಿಂದು ಚಿಕ್ಕದು. ನಿಂದು ತುಂಬಾ ಚಿಕ್ಕದು, ಅವನಿಗಿಂತ ದೊಬ್ಬ ರೊಂಬ ದೊಡ್ಡದು. മനസ്സിലാവുന്നുണ്ടോ? ഇത് കന്നഡയാണ് സംഭവം. എനക്ക് പിടികിട്ടി എന്തെന്നാണെന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ലിറിക്സിൽ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. ഞെട്ടണ്ട. നമ്മളെ കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്രന്റെ നമ്മൾ കുറെ പടങ്ങൾ ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഉപേന്ദ്ര ഭയങ്കര സ്റ്റാർ, അവിടുത്തെ ഭയങ്കര സ്റ്റാർ ആണ്. ഡയറക്ടറും കൂടിയാണ് മൂപ്പര്, അഭിനയിക്കുകയും ചെയ്യും. നല്ല ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയൊരു സിനിമ മറ്റേ എന്താണ് KGF കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇറക്കിയ സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പരുടെ പുതിയ UI എന്ന് പറഞ്ഞൊരു മൂവി, അതിന്റെ ഒരു സോങ് പ്രോമോ, ഒരു 10 സെക്കൻഡ്സിന്റെ ഒരു പ്രോമോ ആണ് ഉള്ളത്. അതിന്റെ മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി എല്ലാത്തിലും ഉണ്ട് പാട്ട്. സോ ആ പാട്ട് നമുക്ക് പോയിട്ടൊന്ന് കാണാം. അതിൽ നമുക്കിപ്പോൾ നോക്കുന്നത് മലയാളം കാണാം, കന്നഡ കാണാം, തമിഴ് കാണാം. നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. കുറെ ആള് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് സംഭവം കണ്ടത്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നമ്മളെ സ്വന്തം ഒറിജിനൽ സോങ് ആയ കന്നഡയിൽ നമുക്ക് കേൾക്കാവുന്നു. സോ ഇതിന്റെ പേര് ചീപ്പ് സോങ് കേട്ടോ. ചീപ്പ് സോങ് പ്രൊമോ കന്നഡ, UI ദ മൂവി ഉപേന്ദ്ര, അജ്നീഷ് B. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. 47 സെക്കൻഡേ ഉള്ളൂ. എന്താ മോനെ, ഫിലിം ബൈ ഉപേന്ദ്ര. ഓക്കെ, ഇനി ഇതിന്റെ മലയാളം കൂടിയുണ്ട്. അപ്പൊ സംഭവം ഏതായാലും മനസ്സിലായി. നമുക്ക് എന്തായാലും മലയാളത്തിലും കൂടി ഒന്ന് കേട്ട് നോക്കാം. നമ്മളെ ഭാഷയിൽ കേൾക്കുമ്പോൾ അതിന്റെ ഒരു ശരിക്കും ഒരു ഫീല് കിട്ടും. ആ ഫീൽ ഗുഡ് വൈബ് കിട്ടണമെങ്കിൽ നമ്മളെ മലയാളത്തിൽ കേൾക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ചീപ്പ് സോങ് പ്രൊമോ മലയാളം ഹിയർ. ആ ഫസ്റ്റ് മ്യൂസിക് നല്ല ഉണ്ട് കേട്ടാ. ബീറ്റ് ഇപ്പതാ മോനെ എന്താ മോനെ. എന്റെ വളരെ വലുതാണ്, അവനെക്കാളും നിന്റെ ചെറിയത്. അല്ല, എന്താണ് വയലാർ എഴുതുമോ ഇതുപോലെ? സെയിം അല്ല, കന്നഡയിലല്ല, സെയിം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. കന്നഡയിൽ ഇത് തന്നെ സെയിം വരികയാണ്, അത് നേരെ മലയാളത്തിലേക്ക് കിട്ടുകയാണ്. പക്ഷെ ഉപേന്ദ്ര എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ എഴുതിയ ആള് എന്താണ് ഉദ്ദേശിച്ചതെന്ന് യാതൊരു പിടിയില്ല. പക്ഷെ ട്വിസ്റ്റ് ഉണ്ടാവും, ട്വിസ്റ്റ് ഇല്ലാതിരിക്കലല്ല, അങ്ങനെയാണല്ലോ. ഓൾറെഡി 3 മില്യൺ വ്യൂസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തമിഴും കൂടി ഒന്ന് കേട്ടേക്കാം. കന്നഡ, മലയാളം, തമിഴ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ഭാഷയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. സോ അതിന്റെ തമിഴും കൂടി ഒന്ന് കാണാം. ഓക്കെ, ചീപ്പ് സോങ് തമിഴ്. ഓക്കെ ഗൈസ്, ചീപ്പ് സോങ് തമിഴും കൂടി കേട്ട് നമുക്ക് നിർത്താം. ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ. ചിന്നത് പെരിയത് ചിന്നത്. ഇവിടെ ഇങ്ങതാ മോനെ. എജ്ജാതിയല്ലേ പാട്ടും ആ ഒരു ലിറിക്സും, ഒരു രക്ഷയില്ല. ചിന്നത് വലിയത്, അവനെക്കാളും ചെറുത്, എന്നെക്കാളും വലുത്, എന്റെ വലുത് നിന്റെ ചെറുത്. എന്താണ് ഉദ്ദേശിച്ചത് യാതൊരു പിടിയില്ല. പക്ഷെ എനക്ക് തോന്നിയത് അങ്ങനെ ആയിരിക്കില്ല, അതിലൊരു ട്വിസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് എന്താ പറയാ, നമ്മള്
ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഫസ്റ്റ് നമ്മളെ മൈൻഡിലേക്ക് പോകുന്നത് സെയിം, നമ്മളെ മൈൻഡ് അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് സിസ്റ്റം. പക്ഷെ ഞാൻ പറയുന്നത് ഇത് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം. നമുക്ക് അതല്ല, നമ്മളിപ്പോ മനസ്സ് എടുക്കാം. നിന്നെക്കാളും എന്റെ മനസ്സ് ചെറുതായിരിക്കാം, നിന്റെ മനസ്സ് വലുതായിരിക്കും, നീ എന്നെക്കാളും വലിയ മനസ്സുള്ളവനായിരിക്കാം, അല്ലെ നീ എന്നെക്കാളും വലിയ ഹൃദയമുള്ളവനായിരിക്കാം, ഞാൻ നിന്നെക്കാളും ഇല്ലാത്തവനായിരിക്കാം. ചിലപ്പോ മറ്റുള്ളവരുടെ ഹൃദയത്തെക്കാൾ എന്റത് ചെറുതും വലുതുമായിരിക്കാം. അങ്ങനെയല്ല ആയിക്കൂടെ? ആവാം, ആവാതിരിക്കാം, ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതായാലും മീനിങ് അല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നേരെ ഒരു പാട്ടും അതിന്റെ സിനിമയിലെ വന്നുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഈ സംഭവം വേറെ ലിറിക്സ് വേറെ ലെവലായിട്ടുണ്ട്. എല്ലാ ഭാഷയിലും കേട്ട് റിയാക്ഷൻസ് കാണുന്നവർക്ക് അവരുടെ ഫേസ് കാണണം ശരിക്കും സമയത്ത്. പെട്ടെന്ന് ആദ്യമായിട്ട് പാട്ട് കേൾക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കൂ, അങ്ങനെ പാടുള്ളൂ. എന്റെ പേര് വലുതാണേ, നിന്നെക്കാളും എന്റെ വലുതാണേ, നിന്നെക്കാളും ചെറുതല്ല.